വിള്ളലുകൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അത് ഏത് തരം ബന്ധങ്ങളിലാണെങ്കിൽ പോലും ചിലപ്പോൾ കാലക്രമേണ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ പിന്നീട് ക്രമേണ അത് വിള്ളലുകൾ നേരിട്ട് ചിലപ്പോൾ അത് ബന്ധം തന്നെ അറ്റുപോകുന്ന തലത്തിലേക്കൊക്കെ എത്തുവാറുണ്ട്. അപ്പൊ അത്തരം പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും, അതിനെ എങ്ങനെ നമുക്ക് മാന്ത്രിക പരിശീലനം ഉപയോഗിച്ചുകൊണ്ട് ബന്ധങ്ങളെ എങ്ങനെ ദൃഢപ്പെടുത്തിയെടുക്കുവാനായിട്ട് സാധിക്കും, സുഖപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ. ഇത് 15ാം ദിവസത്തെയാണ്. അപ്പോ നമുക്ക് വിഷമകരമോ തകർന്നതോ ആയ ബന്ധങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണങ്ങളാൽ നമുക്ക് മറ്റൊരാളോട് വെറുപ്പോ വിദ്വേഷമോ തോന്നുകയോ ചെയ്യുമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ബന്ധം തകർന്നതിന്റെ ഹൃദയവേദന നമ്മൾ അനുഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, ഇതെല്ലാം കൃതജ്ഞത ഉപയോഗിച്ചുകൊണ്ട്, നന്ദി എന്ന മാന്ത്രിക വാക്ക് ഉപയോഗിച്ചുകൊണ്ട് സുഖപ്പെടുത്തിയെടുക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് ഇടയിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ, ഇപ്പൊ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ചിലപ്പോ വിള്ളലുകൾ സംഭവിക്കുന്നവരും, അച്ഛൻ മകൻ, അച്ഛൻ മകൾ, അല്ലെങ്കിൽ അമ്മ മകൾ ബന്ധങ്ങളിൽ ഒക്കെ ചിലപ്പോൾ വിള്ളലുകൾ ഉണ്ടാവാറുണ്ട്. സഹോദര ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ മറ്റു പല രീതിയിൽ ഒരു പടി കൂടി കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള ബന്ധങ്ങൾ, തൊഴിലുടമയും തൊഴിൽക്കാരനും തമ്മിലുള്ള ബന്ധങ്ങൾ ചിലപ്പോൾ നല്ല രസത്തിൽ ഇരുന്നിട്ട് ചിലപ്പോൾ പിന്നീട് അത് വിള്ളലുകൾ ഉണ്ടാവും. അപ്പൊ ഇവിടെയെല്ലാം ഇങ്ങനെ ഒരു വിള്ളലുകൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കാറുള്ളത്, ഒരിക്കൽ പോലും അവരുടെ ഇടയിൽ ഒരു കൃതജ്ഞത എന്നൊരു വാക്ക് പോലും വരില്ല. കാരണം സ്വാഭാവികമായിട്ട് എനിക്കൊരാളോട് ദേഷ്യമുണ്ടെങ്കിൽ, വൈരാഗ്യമുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും അയാളെ കുറിച്ചിട്ട് എനിക്ക് നല്ലതുണ്ടെങ്കിൽ പോലും മോശം പറയാനായിരിക്കും ഞാൻ ഇഷ്ടപ്പെടുക, അല്ലെ? സ്വാഭാവികമായിട്ട് സംഭവിക്കാറുള്ളതാണ്. പക്ഷെ ഇവിടെ മാന്ത്രികത ഉപയോഗിക്കുവാനുള്ള, ഈ നന്ദി വാക്ക് ഉപയോഗിക്കാനുള്ള സാധ്യതകളെ കണ്ടെത്തിക്കൊണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പഠനത്തിൽ പറയുന്നത്. അങ്ങനെയുള്ള ഒരു തലം കണ്ടെത്തിക്കൊണ്ട് അതിലൂടെ ആ മാന്ത്രികമായിട്ട് ഈ ബന്ധത്തിനെ പിന്നീട് കൂട്ടിച്ചേർക്കുവാൻ സാധിക്കും. എത്ര വലിയ അറ്റുപോയ ബന്ധങ്ങളെ പോലും കൂട്ടിച്ചേർക്കുവാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ സ്വാഭാവികമായിട്ട് വിള്ളൽ വരുന്നതിന്റെ ഒരു കാരണം പറഞ്ഞാല്, രസത്തിൽ നമ്മൾ നല്ല രീതിയിൽ പോകുന്ന ഒരു ബന്ധത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ഒരാളെ, ആ ഓപ്പോസിറ്റ് നിൽക്കുന്നയാളെ പഴിചാരി സംസാരിക്കുമ്പോഴാണ് ക്രമേണ അവിടെ വിള്ളൽ ഉണ്ടാവാറുണ്ട്. സ്വാഭാവികമായും ഏറ്റവും അടുപ്പമുള്ളവർ തമ്മിൽ എന്തെങ്കിലും ഒരു പഴി സ്നേഹം കൊണ്ടെങ്കിലും പറയാറുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നതിന്റെ അളവ് കൂടിയിട്ട് മറ്റുള്ള ഇടങ്ങളിൽ അവരോട് തന്നെ ഡയറക്റ്റ് പറയുന്നതല്ലാതെ മറ്റൊരാളുടെ അടുത്ത് നിന്ന് പറഞ്ഞു തുടങ്ങി കഴിയുമ്പോൾ ക്രമേണ ഇതില് വിള്ളലുകൾ സംഭവിക്കും. അത് പിന്നീട് വലിയ അകൽച്ചയിലും ബന്ധം അറ്റുപോകുന്ന രീതികളും ഒക്കെ ആകുവാറുണ്ട്. ഇപ്പൊ ഒരു ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ അറ്റുപോയി കഴിയുമ്പോൾ ഇതിനെ നമുക്ക് കൂട്ടിച്ചേർക്കുവാനായിട്ട് എവിടെ കൃതജ്ഞത പറയുവാൻ സാധിക്കും? കാരണം നമുക്ക് പറയാനുള്ളത് മുഴുവൻ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ മോശം വശങ്ങളെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ എപ്പോഴും ചിന്തിക്കുക, ആരോടെങ്കിലും സംസാരിക്കുകയോ ചെയ്യുക, പഴി പറയുകയായിരിക്കും ചെയ്യുവാറുള്ളത്. അപ്പോ ഇവിടെ ഒരു കാര്യം എടുത്തു പറയുന്നത്, നമ്മളൊരു ദേഷ്യം ഉള്ളിൽ വെക്കുക. ദേഷ്യം ഉള്ളിൽ ഉപയോഗിക്കുന്ന ഒരുവൻ യഥാർത്ഥത്തിൽ ചുട്ടുപൊള്ളുന്ന ഒരു തീക്കനലിനെ എടുത്ത് കയ്യിൽ പിടിക്കുന്നത് പോലെയാണ്. അതായത് എനിക്കിപ്പോൾ ഒരാളോട് ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ ഒരാൾ എന്നെ എവിടെയെങ്കിലും വെച്ച് ഉപദ്രവിക്കുകയോ ശകാരിക്കുകയോ ചെയ്തു. എനിക്ക് തിരിച്ച് അദ്ദേഹത്തോടൊന്നും പറയുവാനോ തിരികെയൊന്നും ചെയ്യുവാനോ സാധിച്ചില്ല. പക്ഷെ എന്റെ ഉള്ളിൽ ഇങ്ങനെ പകയുടെ കനൽ ഇങ്ങനെ കിടന്ന് എരിഞ്ഞുകൊണ്ട്, അപ്പോൾ എന്ത് ചെയ്യും? പിന്നീട് ഇയാളെ തിരിച്ചടിക്കുവാൻ അല്ലെങ്കിൽ തിരിച്ച് സംസാരിക്കാൻ, എന്തെങ്കിലും കാര്യത്തിൽ ഇദ്ദേഹത്തെ തിരികെ നമ്മൾ പ്രതികാരം ചെയ്യുവാനായിട്ട് പക ഇങ്ങനെ എന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ, ഇത് നമ്മളെന്താണ്, ഒരു തീക്കനൽ എടുത്ത് കൈ പിടിച്ചിരിക്കുകയാണ്. ഇയാൾ വരുമ്പോ എറിയുവാനായിട്ട് ഒരു തീക്കട്ട എടുത്ത് കയ്യിൽ പിടിച്ചാൽ എങ്ങനെയിരിക്കും? ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ ഉത്സവത്തിന്റെ കാലഘട്ടമാണ്. ഉത്സവങ്ങളൊക്കെ അമ്പലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ചിലപ്പോ ഇന്നലെ രാത്രിയിലും കൂടി ചിലപ്പോ ഉത്സവം പോയി കൂടിയിട്ട് വന്നിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും നമ്മളിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരാൾ നമ്മളെ ഉപദ്രവിച്ചു, നമ്മളാകെ അപമാനിതനായി. നമുക്കറിയാവുന്നവരും വേണ്ടപ്പെട്ടവരുടെ ഇടയിൽ വെച്ചിട്ട് ഒരു അപമാനമുണ്ടായി. ഒന്നും തിരികെ ഒന്നും ചെയ്യുവാനും സാധിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നത് എന്താണ്?
ഇദ്ദേഹത്തിന്റെ പ്രതികാരം ചെയ്യാൻ നാളെ അവൻ വരും, അല്ലെ അടുത്ത ദിവസം ഇവന് പറമ്പിൽ വരുമ്പോൾ ഇവനെ ഒന്ന് ഉപദ്രവിച്ച് ഇതിനുവേണ്ടി ഒരു തീക്കനലിനെ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്. ഇയാള് വരുമ്പോ തീക്കട്ട എടുത്ത് എറിഞ്ഞു കളയായി. അങ്ങനെ പോകുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ചിലപ്പോൾ പിറ്റേ ദിവസം തലേന്നത്തെ ആ വഴക്കിന്റെ പ്രശ്നം കൊണ്ട് ഇദ്ദേഹം ആ സ്ഥലത്തേക്ക് വരിക പോലും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ ഇവിടെ ഇങ്ങനെ കനലും കൈ പിടിച്ച് നിൽക്കുകയാണ് എറിയുവാനായിട്ട്. ഇദ്ദേഹം വരുന്നില്ല. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? എന്റെ കൈയുടെ ഉള്ളം കൈ പൊള്ളി നാശമായിക്കൊണ്ടിരിക്കും. അതുപോലെ ദേഷ്യം ഉള്ളിൽ വെക്കുന്ന ഒരുവൻ യഥാർത്ഥത്തിൽ ചുട്ടുപൊള്ളുന്ന തീക്കനൽ ആരെയെങ്കിലും എറിയുവാനായി കയ്യിൽ പിടിച്ചിരിക്കുന്നവനെ പോലെയാണ്. അത് അവനവന് തന്നെയാകും പൊള്ളുന്നത്. ഇത് തന്നെയാണ് പക ഉള്ളിൽ സൂക്ഷിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഇത് പൊള്ളൽ നമുക്ക് തന്നെയാണ് ഏൽക്കുന്നത്. എതിരായിട്ടുള്ള ആളുകളെക്കാൾ നമുക്ക് തന്നെ ദോഷം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് പകയെ നമ്മൾ കഴിയുന്നത് പോലെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിക്കളെ. ഒരിക്കലും പക മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എത്രയും വേഗം അതിന്റെ പ്രതികരണം ചെയ്യാൻ കഴിയുകയും ചെയ്യുക. കൂടുതൽ കാലം ഇതിങ്ങനെ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ നമ്മൾക്ക് തന്നെയാണ് അതിന്റെ ദോഷഫലങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ആ കൈ പൊള്ളുമ്പോൾ തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചപ്പോൾ അവനവന്റെ ഉള്ളം കൈ പൊള്ളുന്നത് പോലെ തന്നെയാണ് ദേഷ്യം ഒരാളോട് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, സാക്ഷാൽ ശ്രീബുദ്ധൻ തന്നെ പറഞ്ഞതാണ്, ഗൗതമ ബുദ്ധൻ പറഞ്ഞതാണ്. 563 BC യിലും 483 BC ഈ കാലയളവിൽ ജീവിച്ചിരുന്ന സിദ്ധാർത്ഥ രാജകുമാരൻ പിന്നീട് ഗൗതമ ബുദ്ധനായി. ഗൗതമ ബുദ്ധൻ പറഞ്ഞ വാക്കുകളാണ്: ദേഷ്യം ഉള്ളിൽ വെക്കുന്ന ഒരുവൻ യഥാർത്ഥത്തിൽ ചുട്ടുപൊള്ളുന്ന തീക്കനൽ ആരെയെങ്കിലും എറിയുവാനായി കയ്യിൽ പിടിച്ചിരിക്കുന്നവനെ പോലെയാണ്. അവന് തന്നെയായിരിക്കും പൊള്ളുക. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജേണലൊക്കെ എഴുതുന്ന സമയത്ത് ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞൊരു ഭാഗം അതിനകത്ത് ഉപയോഗിക്കുന്നത്. ആ ഫൊർഗീവ്നെസ് ഉപയോഗിക്കേണ്ടത് എന്താണ്? നമുക്ക് ആരോടെങ്കിലും ഇന്ന് ദേഷ്യം തോന്നിയാൽ അവരുടെ പേര്, അല്ലെ ഇന്നലെ ദേഷ്യം തോന്നിയാൽ അവരുടെ പേരാണ് ഇന്നത്തെ ആ ഒരു ഫൊർഗീവ്നെസിന്റെ കോളത്തിൽ എഴുതി വെക്കേണ്ടത്. ആ ദേഷ്യമുള്ള വ്യക്തിയെ മനസ്സിൽ നിന്നെടുത്ത് കളയുക എന്നുള്ളതാണ് ആ കാര്യം കൊണ്ട്, ആ ഒരു എക്സർസൈസ് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്? ഇയാളെ കുറിച്ച് ചിന്തിച്ച് പക ഇങ്ങനെ വർദ്ധിച്ച് രാത്രി ചിലപ്പോൾ ഉറക്കം പോലും നഷ്ടപ്പെട്ടു പോകും. കാരണം നാളെ അയാളോട് പ്രതികാരം ചെയ്യാവുന്ന കാര്യങ്ങളായിരിക്കും ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിനെ എത്രയും വേഗം നമ്മുടെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യുക. അതിനുള്ള ഒരു ടെക്നിക്ക് കൂടിയാണ് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നന്ദി പരിശീലിക്കുക എന്നുള്ളത്. അപ്പോ ഉദാഹരണത്തിന് ഇവിടെ പറയുന്നത്, നിങ്ങൾക്കൊരു എക്സ് ഹസ്ബൻഡ് ഉണ്ടെന്ന് വിചാരിക്കുക, വേർപിരിഞ്ഞു പോയ ഒരു ഭർത്താവ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുവാൻ നല്ലതൊന്നും തന്നെ കാണില്ല. ഉപദ്രവിച്ച കാര്യങ്ങള്, തല്ലിയ കാര്യങ്ങള്, അല്ലെങ്കിൽ അവഹേളിച്ച കാര്യങ്ങളെ, ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തിയ കാര്യങ്ങളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സ്വാഭാവികമായിട്ടും നമുക്കവിടെ പറയാനുണ്ടാവും, അല്ലെ? പിരിഞ്ഞു പോയ ഭർത്താവ്. പക്ഷെ അവിടെ നന്ദി രേഖപ്പെടുത്തുവാൻ നമുക്കുള്ളൊരു കാര്യം എന്താണ്? നിങ്ങൾക്ക് കുട്ടികളുണ്ടോ എങ്കിൽ കുട്ടികൾ നമുക്ക് ലഭിക്കുവാൻ കാരണമായത് ഈ ഭർത്താവാണ്. അപ്പോൾ അദ്ദേഹവുമായി നല്ല ബന്ധമുണ്ടായിരുന്ന കാലത്ത് നമുക്ക് കുട്ടികളെ ലഭിച്ചു. ഈ കുട്ടികൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ വേർപിരിഞ്ഞിട്ടും ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ. ഇത് അദ്ദേഹത്തോട് നന്ദി സൂചിപ്പിക്കുവാനുള്ള ഒരു പ്രധാന കാരണമാണ്. കുട്ടികളെ ലഭിച്ചു. കുട്ടികൾ ഉള്ളത് കൊണ്ട് നമുക്ക് ജീവിക്കുവാനുള്ള കരുത്ത് കിട്ടി. നന്നായിട്ട് നമുക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മുടെ ജീവിതം പിന്നീട് പച്ചപിടിക്കുന്നത്. അപ്പോൾ അവിടെ ഈ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് ആ ഒരു പിരിഞ്ഞു പോയ ആളോട്, എക്സ് ഹസ്ബൻഡിനോട് നന്ദി രേഖപ്പെടുത്താമെന്നുള്ളത്. കാരണം ഈ കുട്ടികളെ ലഭിച്ചു, നിങ്ങൾ മൂലം കുട്ടികൾ ലഭിച്ചു. ഇനി വീണ്ടും കുറച്ചുകൂടി നമ്മൾ ആ ഒരു ലെവലിലേക്ക് അടുത്തു വരുമ്പോൾ, നല്ല ബന്ധത്തിൽ ഇരുന്ന കാലത്ത് നിങ്ങൾ നന്നായി കുടുംബം നോക്കിയിരുന്നു, ഒരു ധൈര്യമായിരുന്നു. അങ്ങനെ പല കാര്യങ്ങൾ പിന്നീട് നമുക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇദ്ദേഹത്തോട് നന്ദി പറയുവാനായി കണ്ടെത്തുവാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാനസികമായിട്ട് നിങ്ങൾ ആ സമയത്ത് തന്നെ സപ്പോർട്ട് ചെയ്ത്, സാമ്പത്തികപരമായിട്ട് എന്നെ അന്ന് ഞാൻ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് നിങ്ങളെയാണ്. ഇങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നമുക്ക് ഓർത്തെടുക്കുവാൻ കാരണം ഈ കാര്യങ്ങളിലൂടെ വെച്ച് നന്ദി അറിയിച്ചു കൊണ്ടേയിരിക്കുക.
അയാളോട് വിളിച്ച് പറയണമെന്നില്ല. നമ്മൾ തന്നെ നമ്മുടെ ബുക്കിൽ എഴുതുകയോ മനസ്സിൽ നമ്മളത് പറയുകയോ ചെയ്തുകൊണ്ടിരുന്നാൽ, ഇപ്പൊ പിരിഞ്ഞുപോയ ഭർത്താവിനോട് പറയുക, ആ ഒരു കുട്ടികളുടെ മുഖത്തേക്ക് നിങ്ങൾ കാരണമാണ് ഇന്ന് എനിക്ക് ജീവിക്കുവാൻ പ്രേരണയുള്ള ഈ കുട്ടികളെ ലഭിച്ചത്, അതിന് നിങ്ങളോട് ഞാൻ നന്ദി അറിയിക്കുന്നു, നന്ദി 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 എന്നുള്ള 3 വാക്ക് പറയുക. അങ്ങനെ ഏതെങ്കിലും ബന്ധങ്ങൾ, ഇപ്പൊ ഇതൊരു ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ കാര്യം മാത്രമാണ്. ഇതുപോലെ ഓരോ ബന്ധങ്ങളും, പിരിഞ്ഞുപോയ ഏതൊരു അല്ലെങ്കിൽ അറ്റുപോയ ഏത് ബന്ധങ്ങളെ എടുത്തു നോക്കിയാലും ഒരു കാലത്ത് നമുക്കവർ വളരെ പ്രിയപ്പെട്ടവരായിരുന്നു. ചിലപ്പോ നമ്മള് ബോസ് ആയിട്ടുള്ള ബന്ധം, നമ്മുടെ തൊഴിലുടമയുമായി ചിലപ്പോൾ ഉള്ള ബന്ധം തകർക്കപ്പെട്ടു. നമ്മൾ ആ സ്ഥാപനത്തിൽ നിന്ന് തന്നെ മറ്റേ സിനിമയില് സലീം കുമാർ ഇന്ന എന്റെ രാജിക്കത്ത് എന്ന് പറഞ്ഞ് പേനയും സ്ക്രൂ ഡ്രൈവറും കൊടുത്തിട്ട് പോരുന്നത് പോലെ നമ്മൾ അവിടുന്ന് പോകുന്നതാണ്. പക്ഷെ എന്നാലും ഒരു കാലത്ത് എന്റെ സാമ്പത്തികപരമായ കാര്യങ്ങളെയൊക്കെ നന്നായി നടത്തുവാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നത് ആ പഴയ തൊഴിലുടമയുടെ അടുത്ത് നിന്നിട്ടാണ്. അല്ലെങ്കിൽ ആ സമയങ്ങളിൽ പല കാര്യങ്ങളിലും ഇദ്ദേഹത്തിന്റെ സഹായങ്ങൾ ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളെ ഓർത്ത് നന്ദിപ്പെടുത്താം. ചിലപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു നന്ദി പ്രകടനത്തിലൂടെ ഈ അറ്റുപോയ ബന്ധങ്ങൾ ചിലപ്പോൾ ചേർന്ന് വരുവാനും സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ അറിയാം, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നല്ല തീവ്രമായിട്ട് ഇങ്ങനെ ഒരാളെ കുറിച്ച് ആലോചിക്കുകയാണ്, വളരെ പഴയ ഒരു സുഹൃത്താണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ഒരു വ്യക്തിയാണ്, പിന്നീട് കുറെ കാലമായിട്ട് വലിയ കോണ്ടാക്ട് ഒന്നുമില്ല, ബന്ധങ്ങളൊക്കെ അകന്നു പോയി. പക്ഷെ ഈ പൊടുന്നനെ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഈ വ്യക്തി നമ്മുടെ മനസ്സിലേക്ക് കയറി വന്നിട്ട് ഇയാളെ ഒന്ന് കാണുകയോ ബന്ധപ്പെടുകയോ ചെയ്തോ കൊള്ളാമെന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷെ ബന്ധപ്പെടുവാൻ നമ്മുടെ കയ്യിൽ ഒന്നും കാണില്ല. ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പറോ ഒന്നും, ഫേസ്ബുക്ക് ഐഡിയോ ഇൻസ്റ്റ ഐഡിയോ വാട്സപ്പോ ഒന്നും അദ്ദേഹത്തിന്റെ ഉണ്ടായിരിക്കില്ല. ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴായിരിക്കും ഇദ്ദേഹത്തിന്റെ ഫോൺ സന്ദേശം നമ്മുടെ ഫോണിലേക്ക് വരും. അതൊരു ടെലിപ്പതി സന്ദേശം പോകുന്നത് പോലെ അത് പലപ്പോഴും വ്യക്തിപരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പല ആളുകൾ ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ കുറച്ചു കാലമായിട്ട്, പ്രത്യേകിച്ച് പിരിഞ്ഞു പോകേണ്ട കാരണമൊന്നുമില്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളാൽ കുറച്ചു കാലം വർഷങ്ങളായി ബന്ധപ്പെടുവാൻ ഒരാളെ സാധിച്ചു. പക്ഷെ നമുക്ക് അന്നും ഇന്നും പ്രിയപ്പെട്ട വ്യക്തി തന്നെയായിരുന്നു അതെങ്കിലും ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഫോൺ സന്ദേശം അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ഇദ്ദേഹത്തിന്റെ ഒരു വോയിസ് നമുക്ക് വരുന്നു. വളരെ സന്തോഷമായി, കാരണം ബന്ധപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ. ഇത് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രവർത്തനമാണ് എന്നാണ് ഈ ഒരു സീക്രട്സ് തത്വങ്ങൾ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ആകർഷണ നിയമം അനുസരിച്ചിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ അത് മനസ്സിന്റെ ഒരു കഠിനമായ പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അറ്റുപോയ ബന്ധങ്ങളെ നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുന്ന ഈ നന്ദി പ്രകടനത്തിലൂടെ നമ്മൾ പോലും അറിയാതെ ആ വിള്ളലിനെ ചേർത്ത് വയ്ക്കുക. ചിലപ്പോൾ ആ വ്യക്തി നമ്മളെ തേടിയെത്തിയത് നമ്മളോട് ചിലപ്പോൾ ക്ഷമ ചോദിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ വീണ്ടും നമ്മുടെ ബന്ധം പുതുക്കുവാനായി ഈ വ്യക്തി ചിലപ്പോൾ തിരികെ വരാൻ പോലും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു മാന്ത്രിക ബന്ധങ്ങളിലുള്ള നന്ദി പ്രകടനത്തിന്റെ പരിശീലനം ഈ ബുക്ക് എഴുതിയ വ്യക്തി റോണ്ട ബേൺ പോലും പഠിച്ചത് അവരുടെ സ്വന്തം അച്ഛനും അമ്മയിൽ നിന്നിട്ടുമാണ്. അപ്പോ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ പരസ്പരം അനുരാഗബദ്ധരായി പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്തവരാണ് ഇവരുടെ മാതാപിതാക്കൾ. പക്ഷെ ജീവിച്ചിരുന്ന കാലത്ത് ഇവർ വളരെ സന്തോഷത്തിലായിരുന്നു. മാതൃകാ ദമ്പതികളെ പോലെ ജീവിച്ചിരുന്നവരായിരുന്നു. ആർക്കും മാതൃകയായിരുന്നു ഇവരുടെ ജീവിതം. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ, റോണ്ട ബേൺ ജനിച്ചു, പ്രായമെത്തി കുറെ കാലം കഴിഞ്ഞപ്പോൾ പിതാവ് പ്രായാധിക്യം കൊണ്ട് മരണപ്പെട്ടുപോയി. പിന്നീട് മാതാവ് ഒറ്റപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒരു വരുമ്പോൾ, അതായത് വളരെ നല്ല സ്നേഹത്തിൽ ഇരുന്ന ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഒരാൾ പെട്ടെന്ന് പോകുമ്പോൾ വലിയൊരു വിള്ളല് നിലവിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തിയിലുണ്ടാവാം, അല്ലെ? വലിയ വിഷമമായി. പിന്നീട് ചിലപ്പോൾ ഒരുപക്ഷെ മറ്റാരോടും സമ്പർക്കം പുലർത്താതെ വീടിനുള്ളിലെ മുറിയിലൊക്കെ ചിലപ്പോൾ കഴിഞ്ഞുകൂടുന്നവരെ പോലും നമുക്ക് പരിചയമുണ്ടായിരിക്കും. അത്രയധികം ഇഴ ചേർന്ന അടുപ്പമുള്ളവരായിരിക്കും, അല്ലെ? അപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം ഈ അമ്മയുടെ ജീവിതത്തിൽ, റോണ്ട ബേണിന്റെ അമ്മയുടെ ജീവിതത്തിൽ, അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മയാകപ്പാടെ ജീവിതത്തെ പഴിച്ചുകൊണ്ട് ജീവിക്കും. ശിഷ്ട ജീവിതത്തെ എങ്ങനെയെങ്കിലും പെട്ടെന്നൊന്ന് തീർത്ത് ഇവിടെ നിന്ന് മടങ്ങിപ്പോകണമെന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് ഈ കൃതജ്ഞത പരിശീലിക്കുവാൻ അമ്മ ആരംഭിച്ചത്. അതായത് ജീവിച്ചിരുന്ന കാലത്ത് എത്രയധികം സന്തോഷത്തോടെയാണ് ആ വ്യക്തിയോടൊത്ത് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തോടുള്ള ജീവിതം എത്ര രസകരമായിരുന്നു, സുഖകരമായിരുന്നു. തന്റെ എല്ലാ കാര്യങ്ങളിലും ഇദ്ദേഹത്തിന്റെ ഒരു പിൻബലം തനിക്കുണ്ടായി.
മാതൃകാ ദമ്പതികൾ എന്ന പേരുകൾ സമൂഹത്തിൽ നേടുവാൻ സാധിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഓർത്തെടുത്ത് ഇതിനോട് നന്ദി പറയുവാൻ, അത് ക്രമേണ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് ഏറ്റവും സന്തോഷവതിയായിട്ട് ഈ അമ്മ വീണ്ടും തന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. പിന്നീട് നല്ല സന്തോഷം, അല്ലെങ്കിൽ ഏറ്റവും ആത്മവിശ്വാസമുള്ള സ്ത്രീയായിട്ട് ജീവിക്കുവാൻ കഴിഞ്ഞു. അവിടെയും ഉപയോഗിക്കപ്പെട്ടത് ഈ നന്ദിയുടെ പരിശീലനമാണ്. മുൻകാലങ്ങളിൽ എനിക്ക് ലഭിച്ച ആ ഒരു നല്ല കാര്യങ്ങൾക്ക്, സുഖകരമായ അനുഭവങ്ങൾക്ക് നന്ദി പറയുകയാണ് പിന്നീടുള്ള ജീവിതത്തിൽ ചെയ്തത്. അപ്പോ ഭൂതകാലങ്ങളിൽ നമുക്കുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നന്ദി അർപ്പിക്കുവാൻ എപ്പോൾ തുടങ്ങുന്നുവോ അത് നമ്മുടെ ഭാവി കാലത്തെ സുഖകരമാക്കും എന്നുള്ളതാണ്. ഭൂതകാലത്തിൽ നമ്മൾ നിരവധി കാര്യങ്ങൾക്ക് നന്ദി പറയുവാൻ വിട്ടുപോയിട്ടുണ്ട്. നന്ദി പറയുവാൻ നമുക്ക് സാഹചര്യം ഉണ്ടായിരുന്നിട്ട് നമ്മൾ മറന്നുപോയി, അല്ലെങ്കിൽ നമുക്ക് അറിയില്ലായിരുന്നു ഇവിടെയൊക്കെ നന്ദി പറയേണ്ടതായിരുന്നു എന്ന് കരുതി വിട്ടുപോയിട്ടുള്ളവയോട് ഇനി നന്ദി പറഞ്ഞു തുടങ്ങുക. ഭാവി കാലം ഏറ്റവും സുന്ദരമായി തീരും എന്നുള്ളത്. അപ്പോൾ അതിലൂടെ നമുക്ക് ഓരോന്നായിട്ട് ഓർത്തെടുക്കേണ്ടി വരും. പഴയ കാലത്ത് നമുക്ക് സംഭവിച്ചിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളെ ഓർത്തെടുത്ത് ഇവയോട് നമ്മൾ ക്രമേണ നന്ദി പറയുക. ഇന്നൊരു കാര്യമാണെങ്കിൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും ഓർക്കാം, അന്നത്തെ കാലത്ത് എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ച ചില കാര്യങ്ങൾ. ഇങ്ങനെ ഓരോന്നിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ കൂടുതൽ ആത്മവിശ്വാസം. ഇവിടെ എല്ലാം തന്നെ ഉപയോഗിക്കുന്നത് ഈ ഒരു നന്ദി പരിശീലനം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇന്നത്തെ നമ്മൾ പഠിക്കുന്ന ഈ പരിശീലനത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, ആ വ്യക്തിയുടെ, നമ്മൾ ഓർക്കേണ്ട, അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ബന്ധം ഇനിയും കൂടുതൽ സ്ഥാപിക്കേണ്ട ആ വ്യക്തിയുടെ പേര്, അവരുടെ പേരെഴുതുക. അതിനോടൊപ്പം ഞാൻ നന്ദിയുള്ളവനാണ് അല്ലെങ്കിൽ നന്ദിയുള്ളവളാണ്. വീണ്ടും അടുത്തത് ചേർക്കേണ്ടത് എന്തിനാണ് ഈ കാര്യം. ഇപ്പം ഭൂതകാലത്ത് ഇദ്ദേഹത്തോടൊപ്പം ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങളിൽ ഇദ്ദേഹത്തിൽ നിന്നുള്ള പിന്തുണ ലഭിച്ചു, സ്നേഹം ലഭിച്ചു, ഇങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടായി. ഇതിനോട് നന്ദി പറയും. അപ്പൊ ഇവിടെ 1-2 ഉദാഹരണങ്ങൾ പറയുന്നത്, മിസ്റ്റർ പോൾ എന്നൊരു വ്യക്തിയെ കുറിച്ചിട്ട് എഴുതുകയാണെങ്കിൽ, പോൾ, നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന കാലത്തോട് ഞാൻ അങ്ങേയറ്റം കൃതജ്ഞത ഉള്ളവളാണ്. നമ്മുടെ വിവാഹ ജീവിതം അവസാനിച്ചുവെങ്കിലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഞാനിപ്പോൾ കൂടുതൽ ബുദ്ധിമതിയാണ്. നമ്മുടെ വിവാഹ ജീവിതത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ എന്റെ പല ബന്ധുക്കളിലും ഞാൻ പ്രയോഗിച്ചു. ആ വിവാഹ ബന്ധത്തിൽ നിന്ന് പഠിച്ച പല കാര്യങ്ങളും, എന്തൊക്കെ പഠിച്ചിരുന്നുവോ ആ കാര്യങ്ങളാണ് ഇന്നെന്നെ ബുദ്ധിമതിയാക്കിയത്. ഇന്നെനിക്ക് മികച്ച ജീവിതം നയിക്കുവാൻ അന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് എന്നെ നയിക്കുന്നത്. ഇത് ഇന്ന് പുതിയതായുള്ള എന്റെ പുതിയ ബന്ധങ്ങളിലും അല്ലെങ്കിൽ എന്റെ കുടുംബ ബന്ധങ്ങളിലും ഒക്കെ പ്രയോഗിച്ചുകൊണ്ട് ഞാൻ മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുന്നു. അതുപോലെ മിസ്റ്റർ പോളിനോട് പറയുക, നമ്മുടെ വിവാഹം നിലനിർത്താനായി നിങ്ങൾ ചെയ്തതിനെല്ലാം ഞാൻ അങ്ങേയറ്റം കൃതജ്ഞത ഉള്ളവളാണ്. 10 വർഷത്തെ നമ്മുടെ വിവാഹ ജീവിതം നിങ്ങളിത് നിലനിർത്താൻ പരിശ്രമിച്ചതിന്റെ തെളിവാണ്. കാരണം ബന്ധമറ്റു പോയെങ്കിൽ പോലും 10 വർഷം ഒരുമിച്ച് ജീവിച്ചു. അത് എന്തുകൊണ്ടായിരിക്കാം? അങ്ങേ തലയ്ക്കൽ നിൽക്കുന്ന വ്യക്തി കുടുംബജീവിതം നിലനിർത്തുവാനായി പ്രയത്നിച്ചതിന്റെ ഫലമാണ് എന്നുള്ള തിരിച്ചറിവ്. അതിനോട് നന്ദി പറയുന്നു. അതുപോലെ കുട്ടികളെ കാണുമ്പോൾ നിങ്ങളോട് ഞാൻ നന്ദി പറയും. കാരണം കുട്ടികൾ എനിക്ക് ലഭിക്കുവാൻ കാരണവും നിങ്ങളാണ്. ആ കുട്ടികൾ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇന്ന് സന്തോഷകരമായി ഇരിക്കുവാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ എന്റെ പ്രതീക്ഷകൾ അതാണ്. എന്നെ ജീവിച്ചിരിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ശുഭാപ്തി വിശ്വാസങ്ങൾ ഈ കുട്ടികളാണ്. അതിന്റെ എല്ലാം കാരണഭൂതൻ മുൻ കർത്താവായ നിങ്ങൾ തന്നെയാണ്. അതുപോലെ അക്കാലഘട്ടത്തിൽ, നമ്മൾ ഒരുമിച്ച് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ, നിങ്ങൾ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ചിലവഴിച്ചതിനും നിങ്ങളുടെ കഠിനാധ്വാനത്തിനും ഞാൻ നിരന്തരം നന്ദിയുള്ളവളാണ്. അതുപോലെ കുട്ടികളെ വീട്ടിലിരുന്ന് ഞാൻ പഠിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ കുട്ടികളെ നോക്കുമ്പോഴും ആ സമയങ്ങളിലെല്ലാം നിങ്ങൾ പുറത്ത് ജോലി ചെയ്തിരുന്നു കുടുംബത്തിന് വേണ്ടി. ഇതിനുമൊക്കെ ഞാൻ നന്ദിയുള്ളവളാണ്. ഇങ്ങനെ ഓരോ കാര്യവും എടുത്തു നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാവും നമുക്ക് നന്ദിയുടെ സാധ്യതയാണ് ഇവിടെ പരിശീലിക്കുക. അപ്പൊ നമ്മള് ശാസ്ത്രത്തിന്റെ കാര്യം പറയുമ്പോൾ ശാസ്ത്രത്തിന് ഒരവസാന വാക്കില്ല. കാരണം ഓരോ കാലം കഴിയുമ്പോഴും ഇതിന്റെ ശാസ്ത്രത്തിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ തിരിച്ചറിവുകൾ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു കാലത്ത്
സൂര്യനാണ് ഭൂമിയെ ചുറ്റുന്നതെന്ന് പറഞ്ഞു. അത് പിന്നീട് അതേ ശാസ്ത്രം തിരുത്തി പറഞ്ഞു സൂര്യനെ ഭൂമി ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് ഇത് ആദ്യത്തെ കാര്യം പറഞ്ഞതിന് ഈ ഇന്നത്തെ ശരിയായ അവസ്ഥ പറഞ്ഞതിന് ഒരാളെ തൂക്കിക്കൊല്ലാൻ വരെ വിധിച്ചിട്ടുള്ള ലോകമാണ് ഗലീലിയോ. ഇദ്ദേഹത്തെ തൂക്കി, പക്ഷെ പിന്നീട് അത് എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ കുഴിമാടത്തിൽ പോയി ഇതേ തൂക്കിക്കൊന്ന വ്യക്തികളുടെ പിന്മുറക്കാർ പോയി ക്ഷമ ചോദിക്കുകയാണ്. കാരണം അന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ കണ്ടുപിടുത്തങ്ങളുടെ അറിവിലൊക്കെ അത് തെറ്റായിരുന്നു. അതുകൊണ്ടാണ് അന്നങ്ങനെ സംഭവിച്ചത്. ഇതുപോലെ സാധ്യതകൾക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുക. എവിടെയൊക്കെ അതിന് നമുക്ക് സാധ്യതയുണ്ട്, നന്ദി പറയുവാൻ എവിടെയൊക്കെ സാധ്യതയുണ്ടോ ഇവിടെ ഒക്കെ കണ്ടെത്തിക്കൊണ്ട് ഇതിനോട് നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പരിശീലനം, നമുക്ക് ഇന്നത്തെ പരിശീലനത്തിലെ ആദ്യത്തേത് 10 കാര്യങ്ങൾ നമുക്ക് എഴുതി വെക്കാം. കാരണം ബന്ധം നമ്മൾ ദൃഢപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അറ്റുപോയ ബന്ധം കൂടിയാണെങ്കിൽ ആ ബന്ധത്തിൽ ഉള്ള സമയങ്ങളിൽ നമുക്ക് അദ്ദേഹത്തോട് അല്ലെങ്കിൽ ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തോട് ഒരു കാലത്തുണ്ടായിരുന്ന നമ്മുടെ ഗുണഗണങ്ങളിൽ 10 എണ്ണത്തെ ഓർത്തെടുത്ത് ഈ 10 കാര്യങ്ങൾ എഴുതി ഈ 10 കാര്യങ്ങളോടും നന്ദി അറിയിക്കുക. അപ്പോ ഈ ബന്ധം ക്രമേണ നമ്മളിലേക്ക് കാന്തമാകർഷിക്കപ്പെടുന്നത് പോലെ ബന്ധം തിരികെ വരും. അറ്റുപോയ ബന്ധങ്ങളുണ്ടെങ്കിൽ നമുക്കതിനെ തിരികെ കൊണ്ടുവരാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഇത് പലതരത്തിലുള്ള ബന്ധം, ഭാര്യാഭർത്തൃ ബന്ധമാകാം. ഇനി അതല്ല, ഇപ്പോഴത്തെ കാലത്ത് അതുമല്ല ബ്രേക്കപ്പ് ആയ ബന്ധങ്ങൾ ഒരുപാട് ഉണ്ടാവുമല്ലോ. കുറച്ചു കാലം ഇങ്ങനെ പ്രണയമൊക്കെ ആയിട്ട് നടന്നു, ഇത് കഴിഞ്ഞിട്ടാണ് അവൻ ശരിയാവില്ല അല്ലെ അവൾ ശരിയാവില്ല എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് എന്ത് ചെയ്തു? ബ്രേക്കപ്പ് ആയി. ഇങ്ങനെ ആയവർക്കും വേണമെങ്കിൽ പിന്നീടൊരു തിരിച്ചറിവ് വരുമ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുമ്പോൾ എന്നാൽ തിരികെ അങ്ങോട്ട് ചെല്ലാനും കഴിയില്ല. അല്ലെ അവൻ ഇങ്ങോട്ട് വരട്ടെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് വേണമെങ്കിൽ മാന്ത്രികമായിട്ട് തിരികെ കൊണ്ടുവരാൻ പറ്റിയ ഒരു വഴിയാണ്. കാരണം അന്നത് ഇഷ്ടപ്പെട്ടിരുന്ന കാലത്ത് എത്ര സുന്ദരമായ നിമിഷങ്ങൾ ഓർക്കാനുണ്ടായിരിക്കും. ആ നിമിഷങ്ങളൊക്കെ ഓരോന്നിനെയും എണ്ണിയെടുത്തുകൊണ്ട് അവിടെ നന്ദി അറിയിക്കാം. അതുപോലെ ഓരോ തലങ്ങളിൽ അറ്റുപോയ ബന്ധങ്ങൾ, സൗഹൃദങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും അറ്റുപോയ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും അതിനെ കൂട്ടിച്ചേർക്കുവാനായിട്ട് ഈ ഒരു മാന്ത്രിക പരിശീലനം ഒന്ന് ഉപയോഗിച്ചത്. അപ്പോ ഭാവിയിൽ നമുക്ക് വെല്ലുവിളി ഉയർത്തുന്ന ചില അറ്റുപോയ ബന്ധങ്ങൾ, നമ്മൾ നല്ല ബന്ധത്തിൽ ഇരുന്നിട്ട് ചിലപ്പോൾ നമുക്ക് തകർന്നു പോയ സൗഹൃദമോ മറ്റു ബന്ധങ്ങളോ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഭാവിയിൽ ചെല്ലുന്തോറും എവിടെയെങ്കിലും ഒക്കെ വിലങ്ങ് തടിയാകാറുണ്ട്. അതായത് അവനുമായി ഒരു അല്പം നീരസമുള്ളത് കൊണ്ട് എനിക്ക് ആ ഓപ്പർച്യൂണിറ്റി ലഭിക്കില്ല. പക്ഷെ ഒരു കാലത്ത് അത് വളരെ ഈസിയാണ്, കാരണം അവനുമായിട്ട് നല്ല ദൃഢബന്ധമായിരുന്നു. ഇത് അറ്റുപോയപ്പോൾ ഇവിടെയൊക്കെ കടന്നു ചെല്ലുവാൻ എനിക്ക് ഒരു വിലങ്ങ് തടി, ഡെമോക്രേസിന്റെ വാള് പോലെ ഇങ്ങനെ നിൽക്കുന്ന ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ഈ ബന്ധങ്ങളെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൂട്ടിച്ചേർക്കുവാൻ ഈ കാര്യം ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയുന്നത്. വെല്ലുവിളി ഉയർത്തുന്ന എന്ത് കാര്യങ്ങൾക്കും ഈ ഒരു പരിശീലനം, അതിന്റെ മാന്ത്രിക പരിശീലനം ഒരിക്കൽ കൂടി പറയുന്നു. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ, ഇന്നിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ നമ്മുടെ ബന്ധങ്ങളിലെ 10 അനുഗ്രഹങ്ങളെ എണ്ണുകയും 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുകയും എന്തുകൊണ്ട് അതിനോട് ഞാൻ കൃതജ്ഞതാലുവായിരിക്കുന്നു എന്നെഴുതി ആ ലിസ്റ്റ് നമ്മൾ രാത്രിയിൽ ആവർത്തിച്ച് വായിച്ച് നന്ദി 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 എന്ന വാക്കുരുവിടുക. അത് കഴിയാവുന്നത്ര അനുഗ്രഹത്തിൽ കൃതജ്ഞതയോടെ ഇരുന്നുകൊണ്ട് പറയണം. ഇനി ഇന്നത്തെ പരിശീലനം പുതിയതായിട്ട് ഇന്ന് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക്, ബന്ധങ്ങൾ ചേർക്കുവാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി വിഷമകരവും തകർന്നതും പ്രശ്നബാധിതവുമായ ഒരു ബന്ധം മെച്ചപ്പെടുത്തുവാനായി നമ്മൾ തിരഞ്ഞെടുക്കുക. ഏതെങ്കിലും തകർന്നു പോയ നമ്മുടെ ബന്ധം അല്ലെ പ്രശ്നങ്ങളുള്ള അവരുമായിട്ട് ഇത്തിരി പ്രശ്നം, ഞാനും അവൻ തമ്മിൽ ചേരില്ല, നാളുകൾ തമ്മിൽ മൂന്നാമത്തതാണെന്നൊക്കെ പണ്ട് പറയുന്നത് പോലെ ഇങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ അവിടെ നമ്മൾ തിരഞ്ഞെടുത്ത വ്യക്തിയോട് നമ്മൾ കൃതജ്ഞതാലു, ആ മൂന്നാം നാളുകാരനോട് കൃതജ്ഞത രേഖപ്പെടുത്തുക മനസ്സുകൊണ്ട്. അവനറിയില്ല, അവനോട് പറയുകയും വേണ്ട, മനസ്സുകൊണ്ട് കൃതജ്ഞതാലുവായിരിക്കുക. ഒരു 10 കാര്യങ്ങളെങ്കിലും ഇവനോട് കൃതജ്ഞത പറയാനുള്ളതിനെ കണ്ടെടുത്തുകൊണ്ട് അതിന്റെ പട്ടിക തയ്യാറാക്കി ഇതിനെ എഴുതി വെക്കുമ്പോൾ ഈ വ്യക്തിയുടെ പേര് നിർബന്ധമായിട്ട് എഴുതണം എന്നാണ് പറയുക. ഏതാണോ നമ്മുടെ ഇപ്പോൾ നിലവിൽ ശത്രു എന്ന മിത്രമാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, ആ വ്യക്തിയുടെ പേരെഴുതുക. അതിനോട് കൃതജ്ഞത ഉള്ളവനാണ് ഇന്ന കാരണം, അതിനുള്ള കാരണം എന്താണ്, ഈ 3 കാര്യങ്ങൾ ചേർത്ത് വേണം 10 കാര്യങ്ങൾ എഴുതുവാൻ. പിന്നീട് നമ്മുടെ കല്ലിന്റെ പരീക്ഷണം, മാന്ത്രിക കല്ല് ഉപയോഗിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്നത്തെ നമുക്ക് ലഭിച്ച ഏറ്റവും നല്ല കാര്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ ദിവസത്തെ പരിശീലനം അവസാനിപ്പിക്കും. ഇനി അടുത്തത് 16-ാം ദിവസത്തെ പരിശീലനം. അതായത് ആരോഗ്യത്തിൽ നമ്മൾ പലപ്പോഴും
ചിന്തിക്കാൻ ഒരു കാലത്ത് മറന്നുപോയി, എന്നാൽ പിന്നീട് ഒരു കാലത്ത് ഏറ്റവും അധികം ചിന്തിക്കുന്നതുമായ ഒരു കാര്യമാണ് ആരോഗ്യം. അല്ലെ, ആരോഗ്യത്തെയും നമുക്ക് കൃതജ്ഞതയിലൂടെ കൊണ്ടുവരാം. പലപ്പോഴും ഈ ബുക്കിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമുക്ക് ചിലപ്പോൾ ജലദോഷം വരുമ്പോഴായിരിക്കും നമ്മൾ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ പനി പിടിച്ച് എവിടെയെങ്കിലും കിടക്കുമ്പോഴായിരിക്കും, ഏതെങ്കിലും രോഗം വന്ന് എവിടെയെങ്കിലും നമ്മൾ കിടക്കുമ്പോഴാണ് ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. അല്ലാത്തപ്പോൾ നമ്മൾ ആലോചിക്കാറില്ല. കാരണം എനിക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, ഈസിയാണ്, സുഖകരമാണ്, അതുകൊണ്ട് എക്സർസൈസ് ചെയ്യേണ്ട, ഹെൽത്തി ഫുഡ് കഴിക്കേണ്ട, ഡയറ്റ് കൺട്രോൾ ഒന്നും വേണ്ട, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത്ര തടി വെച്ചോട്ടെ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ നടക്കും. പക്ഷെ പിന്നീടൊരു അസുഖം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കും. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന കാര്യം, ജിംനേഷ്യത്തിൽ പോകുന്നതിന്, ഒരു യോഗ പരിശീലിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ വളരെ ഗഹനമായിട്ട് ചിന്തിക്കും. ഇപ്പോൾ എനിക്ക് തന്നെ നേരിട്ട അനുഭവമുണ്ട്. എൻ്റെ അതേ പ്രായക്കാര് പലവിധ രോഗങ്ങളിൽ കുണ്ഠിതപ്പെടുന്നവർ, ചിലരൊക്കെ ഫേസ്ബുക്കിലൊക്കെ രോഗങ്ങൾ, സ്വന്തം രോഗങ്ങളെ കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നവരെ ഞാൻ കണ്ടത്. ഇത് ആർക്കും വരും, എന്നിട്ട് അവരവിടെ പ്രാർത്ഥനയാണ്, ഇത് ശത്രുക്കൾക്ക് പോലും വരുത്തരുതേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. പക്ഷെ അത് ഒരു ദിവസം കൊണ്ട് ഇവര് സമ്പാദിച്ചെടുത്തതല്ല ഈ രോഗം. ഇവരുടെ കുറെ അധികം കാലത്തെ ജീവിത രീതികൾ, അൺഹെൽത്തി ഫുഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും ദുശീലങ്ങൾ, ഇവയിൽ നിന്നൊക്കെ ഇവർക്ക് കിട്ടിയതായിരിക്കാം. അപ്പൊ പിന്നീട് തിരിച്ചറിവിന്റെ കാലം, അല്ലെങ്കിൽ ഈ രോഗം അങ്ങോട്ട് കാഠിന്യപ്പെട്ട് വന്ന് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശരീരത്തിന് വേദന, ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് വരുമ്പോഴാണ് ആരോഗ്യത്തെക്കുറിച്ച് കഠിനമായിട്ട് ചിന്തിക്കുക. അപ്പൊ അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അതിനെയും ഈ മാന്ത്രിക പരിശീലനത്തിലൂടെ തിരികെ കൊണ്ടുവരാൻ സാധിക്കും. കാരണം രോഗം വരുമ്പോഴും ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുക. നമ്മൾ ആ രോഗത്തെ പഴി പറഞ്ഞുകൊണ്ടുള്ള ദിവസങ്ങൾ തള്ളിയിരിക്കുന്നു. പഴി പറയും തോറും രോഗത്തിന്റെ കാഠിന്യം വർദ്ധിക്കുമെന്നാണ് ഇവിടുത്തെ പഠനത്തിൽ പറയുന്നത്. അപ്പോ അത്ഭുതങ്ങൾ പ്രകൃതി വിരുദ്ധങ്ങളല്ല, പ്രകൃതിയെക്കുറിച്ച് നമുക്കെന്താണോ അറിയാവുന്നത് അതാണ് വിരുദ്ധം. ഇത് സെന്റ് അഗസ്റ്റിൻ എന്ന ഒരു കത്തോലിക്ക ബിഷപ്പ് പറഞ്ഞ വാക്യമാണ്. ദൈവശാസ്ത്രജ്ഞൻ ആയിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞതാണ്, വളരെ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതാണ്. അതായത് അത്ഭുതങ്ങൾ ഒരിക്കലും പ്രകൃതി വിരുദ്ധങ്ങളല്ല, പ്രകൃതിയിൽ സ്വാഭാവികമായി സംഭവിക്കുന്നത് തന്നെയാണ്. നമുക്കാണത് അത്ഭുതങ്ങൾ. എന്നാൽ പ്രകൃതിയെക്കുറിച്ച് നമുക്കെന്താണോ അറിയാവുന്നത് ഇതൊക്കെയാണ് പ്രകൃതി വിരുദ്ധങ്ങൾ. അതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയോ പരിമിതമായ അറിവുകളുണ്ട്, അതൊക്കെ പ്രകൃതി വിരുദ്ധങ്ങളാണെന്ന് പിന്നീട് നമ്മൾ തിരിച്ചറിയുമ്പോഴേക്കും സമയം വൈകും. അപ്പോ നമ്മൾ എപ്പോഴും ആരോഗ്യവാനും അല്ലെങ്കിൽ ആരോഗ്യവതിയും ഊർജ്ജസ്വലരും കൂടുതൽ സമയവും സന്തോഷമുള്ളവരും ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ കഴിയൂ. അല്ലെ, നമുക്ക് ഏറ്റവും സുഖകരമായ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സന്തോഷമുണ്ടായിരിക്കണം, ആരോഗ്യമുണ്ടായിരിക്കണം, ഊർജ്ജസ്വലനായിരിക്കണം. അപ്പൊ അതിലൂടെയാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ, നല്ല ബന്ധങ്ങൾ നിലനിർത്തുവാൻ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിയും. അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്കായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയും. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം സന്തോഷവും ഊർജ്ജസ്വലതയും ആരോഗ്യവും ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിനു വേണ്ടി ആരോഗ്യം എന്നുള്ളത് എന്റെ ജന്മാവകാശമാണ് എന്നുള്ള രീതി നമ്മുടെ ഈ മുമ്പ് ഇതുമായി ചേർത്ത് നമുക്ക് ഓർക്കാൻ കഴിയുന്ന വാക്യങ്ങളുണ്ട്. അപ്പൊ അതുപോലെ ആരോഗ്യം എന്നുള്ളത് എന്റെ ജന്മാവകാശമുണ്ടെങ്കിൽ അതെങ്ങനെ ഇരിക്കണം, എന്റെ ആരോഗ്യം എങ്ങനെയായിരിക്കണം? അതിന് നമ്മൾ നമ്മുടെ ഒരു പൊക്കത്തിനൊത്തിട്ടുള്ള തൂക്കമായിരിക്കണം. ഐഡിയൽ ഹൈറ്റ് ആൻഡ് വെയിറ്റ്. നമ്മുടെ ഓരോ പൊക്കത്തിന് ഇത്ര തൂക്കം ആകാൻ പാടുള്ളൂ. അതിൽ കുറയാതെയും കൂടാതെയും നില്ല. കുറഞ്ഞു പോയാലും പ്രശ്നമാണ് കേട്ടോ. വെള്ളം കുറച്ച് തീരെ അങ്ങ് സ്ലിം ആയാലും അതും ദോഷം ചെയ്യും. ഇതുപോലെ പരിധിക്ക് അപ്പുറത്തേക്ക് നമുക്ക് വണ്ണം കൂടിയാലും പ്രശ്നം വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ സന്ധി ബന്ധങ്ങളൊക്കെ നന്നായിട്ട് മടക്കുവാനും നിവർത്തുവാനും ഒക്കെ നമുക്ക് കഴിയണം. അതിനുള്ള വർക്കൗട്ടുകൾ നമ്മൾ ദിനം പ്രതി പരിശീലിച്ചു കൊണ്ടിരിക്കണം. ചിലപ്പോൾ ഉണ്ട് നമുക്ക് ഇരുനിലയുള്ള വീടുകളിൽ വന്നാൽ മുകളിലേക്ക് കയറാൻ കഴിയുന്നില്ല, കാരണം പടി കയറാനൊന്നും കൊണ്ടുപോയി. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഉള്ള പരിശീലനങ്ങളിലൂടെ, വർക്കൗട്ടിലൂടെ അതൊക്കെ മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് തന്നെ അറിയാം, നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നതായിരിക്കാം. പക്ഷെ നമ്മൾ ഒരിക്കലും അതിനായി സമയം കണ്ടെത്താത്തതും നീട്ടിവെക്കുന്നതും ഈ ഒരു ശീലങ്ങളിലാണ്. അവിടെ നമ്മുടെ ഒരു സംസ്കാരം പോലെ, ശീലം പോലെ ഈ ഒരു എക്സർസൈസ് ചെയ്യുക. കാരണം ഇന്ന് നമുക്ക് ശാരീരികമായിട്ട് അധ്വാനം കുറഞ്ഞ ജോലികൾ ചെയ്യുന്നവരാണ് നമ്മളിൽ ഭൂരിപക്ഷം. വളരെ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ എന്ന് കഠിന ജോലികളിലൊക്കെ ഏർപ്പെടുന്നത്. അവരുമൊക്കെ
ഒരു തലമുറയ്ക്ക് ശേഷം അവരുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ കഠിനമായ ജോലികളൊക്കെ തുടച്ചു നീക്കപ്പെട്ടിരിക്കും. കാരണം എത്രയധികം നമുക്ക് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ധനം സമ്പാദിക്കാം, ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഭൗതിക വസ്തുക്കൾ നേടാം എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു വരുന്നതനുസരിച്ചിട്ട് ഇപ്പൊ ഇന്ന് മരം കയറുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയാണ് മരത്തിൽ. പക്ഷെ ഒരു കാലത്ത് മൃഗങ്ങളെ പോലെ മരത്തിൽ കയറിയിരുന്നവരാണ് മനുഷ്യന്റെ പൂർവികർ. എത്ര ഈസിയായി മൃഗങ്ങൾ കയറുന്നോ ഇതുപോലെ നമ്മൾ മനുഷ്യർക്കും കയറാൻ കഴിയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. സാപ്പിയൻസിന്റെ കാലത്തിലോ ഗോറില്ലകളുടെ കാലത്തോട്ടൊക്കെ പോകുമ്പോൾ വളരെ ഈസി ആയിട്ടാണ് മരം കയറുന്നത്. നിൽക്കുന്ന നിപ്പി ഓടിക്കേറി അതിന് ഉള്ളിലിരിക്കുന്ന കായ കുറച്ച് താഴോട്ട് വന്നിരുന്നവരാണ്. ഇന്ന് നമുക്ക് പക്ഷെ അത് കയറുവാൻ പ്രത്യേക പരിശീലനമൊക്കെ കിട്ടിയ വ്യക്തിയെ കൊണ്ടുവന്ന് വേണമെങ്കിൽ മരത്തെ കയറ്റും. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. അപ്പോ ഇവിടെ നമുക്ക് കൃതജ്ഞതയുടെ കാര്യം പറയുന്നു. അപ്പൊ ഇവിടെ വീണ്ടും ആ പഴയ വാക്ക് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ആർക്കാണോ കൃതജ്ഞതയില്ലാത്തത് അവരിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടുമെന്ന്. അപ്പൊ ആർക്കാണോ കൃതജ്ഞതയുള്ളത് അവർക്ക് കൂടുതലായി ആരോഗ്യം, അവനും അവൾക്കും ആരോഗ്യം കൂടുതൽ സമൃദ്ധമായി നൽകപ്പെടും. ആരോഗ്യത്തോട് എന്ന് കൃതജ്ഞത ഉണ്ടാകുന്നു, ഇപ്പോ നമുക്കുള്ള ആരോഗ്യത്തോട് എങ്ങനെ നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോ നിങ്ങൾ ആ 10 കാര്യങ്ങൾ എഴുതുന്നതിന്റെ കൂട്ടത്തിൽ നിർബന്ധമായിട്ടും ആരോഗ്യത്തിന്റെ കാര്യം കൂടി എഴുതാൻ വിട്ടുപോയി. എനിക്ക് ലഭിച്ച ആരോഗ്യത്തിന് നന്ദി അറിയിക്കണം. അപ്പൊ അങ്ങനെ കൃതജ്ഞത അറിയിക്കുമ്പോൾ ഇത് വീണ്ടും വീണ്ടും വർദ്ധിച്ച് മികച്ച ആരോഗ്യമുള്ളവനായിട്ട് എന്നും ജീവിക്കുവാനായിട്ട് സാധിക്കും. ഇനിയിപ്പോ സുഖമില്ലാതിരിക്കുന്ന അവസ്ഥയിലുള്ളവരാണെന്ന് ഇരിക്കട്ടെ, അസുഖബാധിതരായിട്ടുള്ള ആളുകളാണ് നമ്മളിൽ ആരെങ്കിലും എന്ന് വിചാരിക്കുക. അപ്പൊ അവർക്ക് ചെയ്യേണ്ട പരിശീലനമാണ് ഇനി പറയുന്നത്. ആ ഒരു നമ്മുടെ സുഖകരമായിട്ട് നമ്മൾ ആരോഗ്യത്തോടെ ഇരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് ഓർത്തെടുക്കുക. ഇവിടെ നമുക്ക് ആ ഒരു ഭൂതകാലത്തിലെ ആരോഗ്യത്തോട് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ, ചിലപ്പോ അവലംബിയായി കിടക്കുന്ന വ്യക്തിയാണ്, എഴുന്നേക്കാൻ കഴിയുന്നില്ല, അവിടെ നമുക്ക് മുൻകാലത്ത് എനിക്കുണ്ടായിരുന്ന ആരോഗ്യത്തോട് നന്ദി അറിയിക്കും. മാത്രമല്ല, കിടക്കുകയാണെങ്കിൽ, എണീക്കാൻ പറ്റാതെ കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് മറ്റൊരു ഗുണമുണ്ട് എണീറ്റ് നടക്കുന്നവരെക്കാൾ അപേക്ഷിച്ച്. കാരണം പല കാര്യങ്ങളും ഇവരുടെ അടുത്തേക്ക് ചെല്ലും. കാരണം കിടക്കുന്ന വ്യക്തി എന്നറിയുമ്പോൾ അവരുടെ അടുത്തേക്ക് കൊണ്ടുചെല്ലുന്ന ഒരുപാട് ആളുകൾ. അപ്പോ മറ്റുള്ളവർക്ക് ലഭിക്കാത്തൊരു ആനുകൂല്യം എനിക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഓരോ പ്രഭാതവും ഓരോ പ്രവർത്തനങ്ങളും ഓരോ മേഖലകളും എന്റെ അടുത്തേക്ക് വരും, എനിക്ക് അങ്ങോട്ട് ചെല്ലേണ്ടി വരുന്നില്ലല്ലോ എന്നോർത്ത് ഒരു നന്ദി അവർക്കും അർപ്പിക്കുവാൻ കഴിയും. അപ്പോ ഇവിടെ 2-3 സ്റ്റെപ്പുകളായിട്ട് മാന്ത്രിക പരിശീലനത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോ നമുക്ക് ലഭിച്ച ആരോഗ്യം, ഭൂതകാലത്തിൽ നമുക്ക് ലഭിച്ചിരുന്ന ആരോഗ്യം, അതായത് നമ്മുടെ ബാല്യത്തില് നമ്മൾ ഓടിച്ചാടി കളിച്ചിരുന്നു, കൗമാരത്തില് നമ്മൾ ഉല്ലസിച്ച് നടന്നു, യൗവനത്തിലാണെങ്കിലോ നമ്മൾ നല്ല ഈ സ്നേഹം സിനിമയിലൊക്കെ പറയുന്നത് പോലെ ഒരു പാട്ട് പെട്ടെന്ന് ഓർക്കുന്നുണ്ട്, ഇങ്ങനെ നടന്നൊരു പ്രായമുണ്ട്, ഉരുണ്ട് കയറുന്നു എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ നല്ല ഈ സന്തോഷത്തിന്റെ ആധിക്യത്തിൽ നടന്ന യൗവനം, ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള മികച്ച ആരോഗ്യങ്ങൾ. കാരണം ഇന്ന് നമ്മൾ കയറുന്ന സ്ഥലമൊക്കെ അന്ന് ഞാൻ ചാടിക്കയറിയിരുന്നതാണ്. അല്ല, ഇന്ന് നമ്മൾ ബസ്സിൽ കയറണമെങ്കിൽ നമ്മളെ ഒരാൾ സഹായിക്കുന്നുണ്ടെങ്കിൽ അന്ന് ഓടുന്ന ബസ്സിൽ ഞാൻ ചാടിക്കയറിയിട്ടുണ്ട് ആ പ്രായത്തിൽ. ഇതോർത്തുകൊണ്ട് അന്നത്തെ ആ ഒരു ആരോഗ്യത്തോട് നന്ദി അറിയിക്കുക. ഭൂതകാലത്തിൽ, ബാല്യകാലത്തിൽ, കൗമാരത്തിൽ, യൗവനത്തിൽ ഉണ്ടായിരുന്ന എന്റെ ആരോഗ്യത്തോട് ഞാൻ നന്ദി പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ സന്തോഷം അനുഭവിച്ചിരുന്ന ആ സമയത്തോട് നമ്മൾ നന്ദി പറയുമ്പോൾ നമുക്ക് ക്രമേണ ആരോഗ്യമുള്ള വ്യക്തിയായി മാറുവാൻ സാധിക്കും. അതാണ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് നമ്പർ 2, രണ്ടാമത് പറയുന്നത് വർത്തമാനകാലത്തിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യത്തെക്കുറിച്ച്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ആരോഗ്യമില്ല, പല കാര്യങ്ങളിലും ആവറേജ് ബിലോ ആണ് ആരോഗ്യത്തിൽ എന്ന് വിചാരിക്കുക. അപ്പോ നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചില പരിമിതമായ ആരോഗ്യത്തിലെ കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കുകയും ഇപ്പോൾ നമുക്കുള്ള സംവേദന ശക്തിയോടും ശരീര വ്യവസ്ഥയോടും നമ്മൾ അങ്ങേയറ്റം ഉൾക്കൊണ്ടുകൊണ്ട് കൈകാലുകൾ, കണ്ണുകൾ, ചെവികൾ, കരള്, വൃക്കകൾ, തലച്ചോറ്, ഹൃദയം തുടങ്ങിയവയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് നടക്കുന്ന ഒരു 5 പ്രവർത്തനങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ അവയെ തെരഞ്ഞു പിടിച്ച് ഇവയ്ക്ക് ഓരോന്നിനോടും നന്ദി പറഞ്ഞു. നമുക്കിപ്പോ പഴയ പോലെ ആരോഗ്യമൊന്നും ഇല്ലെന്ന് വിചാരിക്കുക, പക്ഷെ എന്റെ രക്തസഞ്ചാരം
വലിയ കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട്. ശ്വാസോച്ഛ്വാസം മറ്റു പലരെ അപേക്ഷിച്ച് എനിക്ക് നന്നായിട്ട് നടക്കുന്നുണ്ട്. ചെവിക്ക് അത്യാവശ്യം നന്നായിട്ട് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. ചെവിയുടെ കേൾവി കുറവാണെങ്കിൽ കാഴ്ച എനിക്ക് അത്യാവശ്യമുണ്ടല്ലോ. ഇത് രണ്ടുമില്ലെങ്കിലും എനിക്ക് സംസാരിക്കുവാൻ കഴിയുന്നുണ്ടല്ലോ. നാവിന് രുചിയെ തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഒന്നിലധികം കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുത്ത് നന്ദി പറയുവാനുണ്ടായി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർത്തമാനത്തിൽ ഇപ്പോൾ ഉള്ള കാര്യങ്ങളോട് നന്ദി പറയുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 2 പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ, നിങ്ങൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആരോഗ്യം, അതായത് ഭാവിയിൽ ഞാൻ സ്വീകരിക്കാൻ പോകുന്ന ആരോഗ്യത്തെ കുറിച്ചിട്ടാണ് ഇവിടെ നന്ദി പറയുന്നത്. അതായത് ഭൂതകാലത്തിലേതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഭൂതകാലത്തിൽ ഞാൻ അനുഭവിച്ചിരുന്ന ആരോഗ്യത്തിന് നന്ദി പറയുവാൻ പറഞ്ഞു. ഇനി വർത്തമാനത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില നാമമാത്രമായ ആരോഗ്യ സംവിധാനങ്ങളുണ്ട്, ഇവയോട് നന്ദി പറയുന്നു. ഇതും കഴിഞ്ഞിട്ട് ഭാവിയിൽ ഞാൻ ഇങ്ങനെ സ്വീകരിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന ഒരു ആരോഗ്യമുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് കിടക്കുന്ന കിടപ്പിൽ നിന്ന് എണീറ്റ് നടക്കുക, അല്ലെങ്കിൽ മുട്ടിന് ഭയങ്കരമായ വേദനയാണ്, നമുക്ക് കസേരയിൽ തന്നെ ബുദ്ധിമുട്ടിയിരിക്കുന്നു, എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന എന്താണ്, നിലത്തൊന്ന് ചമ്രം പടഞ്ഞ് നല്ല പത്മാസനം പോലെയൊക്കെ ഇരിക്കാൻ പറ്റുക. ഇങ്ങനെ ഭാവിയിൽ ഞാൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആരോഗ്യം ഏതാണ്, അതിനോട് നമുക്ക് നന്ദിയുള്ളവരാകുക. അത് ഇമാജിനേഷനാണ്, കാരണം അത് നമുക്കില്ല. അതിനെപ്പറ്റി ഒരാൾ കഴിഞ്ഞ ദിവസം ചോദിച്ചു, അത് നുണയാവില്ലേ? നമ്മൾ വേറൊരു വ്യക്തിയോട് പറയുമ്പോഴാണ് നുണയാകുന്നത്. നമ്മൾ തന്നെ മനസ്സിൽ ചിന്തിക്കുകയാണ്, നാളെ ഞാൻ എണീറ്റ് നടക്കുന്നു, അല്ലെങ്കിൽ എന്റെ വയ്യാത്ത മുട്ട് വെച്ചിട്ട് ഞാൻ നിലത്തിരിക്കുന്നു, മല കയറുന്നു. ഇപ്പോ പിക്നിക്ക് പോകുന്ന കാലം, നമ്മൾ വിനോദയാത്രകളൊക്കെ പോകുന്ന കാലമാണ്. ഞാൻ ആ മലമുകളിലേക്കൊരു വിനോദയാത്ര പോകുന്നത്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിൽ കാണുന്ന ഭാവിയിലെ എന്റെ ആരോഗ്യമായി മനസ്സിൽ കാണുന്നെങ്കിൽ, എന്നെ മല കയറുവാൻ സാധിച്ചതിന് നന്ദി പറയാം. അല്ലെങ്കിൽ എനിക്ക് നിലത്ത് ഇരിക്കുവാൻ, കസേരയിൽ പോലും മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റാതിരുന്ന എനിക്കിപ്പോ നിലത്തിരിക്കുവാൻ സാധിച്ചതിന് നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് നന്ദി അറിയിക്കാം. അത് ഒന്നിൽ കൂടുതൽ, കുറഞ്ഞത് 10 കാര്യമാണ് ഇവിടെ പറയുന്നത്. 10 കാര്യങ്ങളിലെങ്കിലും ഇങ്ങനെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. ഇങ്ങനത്തെ 3 സ്റ്റെപ്പുകളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തത് ഭൂതകാലത്തിലെ ആരോഗ്യം, ഭാവിയിലെയും വർത്തമാനത്തിലെയും കൗമാരത്തിലെയും യൗവനത്തിലും നമുക്ക് ലഭിച്ച ആരോഗ്യങ്ങൾ. ആ ആരോഗ്യം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിരുന്നു, എന്തൊക്കെ സന്തോഷം അനുഭവിച്ചിരുന്നു, ഇതിനോടൊക്കെ നമുക്ക് നന്ദി പറയാം. സ്റ്റെപ്പ് നമ്പർ 2 രണ്ടാമത് പറയുന്നു, വർത്തമാനത്തിൽ നിലവിൽ ഇപ്പോൾ നമുക്ക് എന്തൊക്കെ ആരോഗ്യത്തിന് വേണ്ടി സമാധാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്, ഇവയോട് നന്ദി പറയാം. സ്റ്റെപ്പ് നമ്പർ 3 നമുക്ക് സ്വീകരിക്കാൻ പോകുന്ന ആരോഗ്യം നമുക്ക് നിലവിലില്ല, പക്ഷെ നമ്മൾ ഇമാജിനേഷനാണ്. അത് വേണമെങ്കിൽ നമ്മുടെ വിഷൻ ബോർഡിലും വേണമെങ്കിൽ ഈ കാര്യത്തെ ചേർക്കാൻ പറ്റും. നമ്മളൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന കാര്യം ആർക്കെങ്കിലും തനിയെ ഉണ്ടാക്കുന്നതാണ് നല്ലത് കേട്ടോ. മറ്റാരെ കൊണ്ടെങ്കിലും ചെയ്യിക്കാതെ നമുക്ക് തന്നെ പേപ്പറൊക്കെ വെച്ച് ഒട്ടിച്ചൊക്കെ എടുത്തിട്ടോ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ പ്രാവീണ്യം ഉണ്ടെങ്കിൽ അവിടെ ചെയ്യുക. വേറൊരാളോട് പറയുമ്പോൾ ഇതിന്റെ ആശയം തന്നെ മാറിപ്പോകും. നമ്മുടെ ആശയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരുടെ ആശയങ്ങൾ ഇങ്ങനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടതായിട്ട്. അതുകൊണ്ട് വിഷൻ ബോർഡ് തയ്യാറാക്കുമ്പോൾ അവിടെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നമ്മുടെ സമ്പത്തുണ്ടായിരിക്കണം, പഠനമുണ്ടായിരിക്കണം, ആരോഗ്യമുണ്ടായിരിക്കണം, ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചേർത്ത് വെക്കണം. നമ്മുടെ ശരീരത്തിന് അന്നുണ്ടായിരിക്കേണ്ട ആരോഗ്യം. അല്ലെങ്കിൽ ഇന്ന് വീട്ടിൽ നിന്ന് എനിക്ക് പുറത്തോട്ട് യാത്ര അധികം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന കാലത്ത് രാവിലെ ഞാൻ ജോഗിങ്ങിന് പോകുന്ന ചിത്രമായിരിക്കണം മനസ്സിൽ കാണുക. രാവിലെ വഴിയിലൂടെ ഇറങ്ങി ഓടുന്ന, വിളക്കപ്പുറത്ത് ഓടുന്ന വ്യക്തിനെ ആയിരിക്കണം നമ്മൾ മനസ്സിൽ കാണുക. ഇങ്ങനെ വരാൻ പോകുന്ന ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇവയോട് നന്ദി പറയുക എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഒരു മഹത്തായ ഒരു വാചകം കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പം ആധുനിക വൈദ്യശാസ്ത്രം, അലോപ്പതിയുടെ പിതാവെന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. ആരാണ് നമുക്കറിയാമല്ലോ, ഹിപ്പോക്രാറ്റസ്. അപ്പൊ ഹിപ്പോക്രാറ്റസ് ജീവിച്ചിരുന്നത് 460-370 BC അത്രയും വർഷങ്ങൾക്ക് മുൻപാണ്. പക്ഷെ ഈ അലോപ്പതിയുടെ ഉപജ്ഞാതാവ് എന്ന് വിളിക്കുന്ന ഹിപ്പോക്രാറ്റസ് പറഞ്ഞത്, നമ്മളിൽ തന്നെയുള്ള സ്വാഭാവിക ശക്തികളാണ് രോഗത്തിന്റെ ശരിയായ വൈദ്യന്മാർ. നമ്മളിൽ തന്നെ ഒരു സ്വാഭാവികമായിട്ടുള്ള ശക്തിയുണ്ട്. അതായത് ശരീരത്തെ സുഖപ്പെടുത്തുന്നു എന്ന് അത് കൂടുതലും പ്രകൃതി ചികിത്സയിലൊക്കെ കേട്ടിട്ടുണ്ട്. ശരീരം തന്നെ ശരീരത്തെ സുഖപ്പെടുത്തുകയാണ്. അവിടെ പ്രത്യേകിച്ച് മരുന്നൊന്നും അവരവിടെ നിർദ്ദേശിക്കാറില്ല. ചിലപ്പോൾ അവർ പറഞ്ഞ ഉപവാസം എടുക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ ക്യാൻസറസ് ആയിട്ടുള്ള ചില കോശങ്ങൾ അവിടെ നശിച്ചു പോകും വയറിന്റെ ഉള്ളിൽ.
അതിനൊക്കെ ഉപവാസം പറയാറുണ്ട്. ഇങ്ങനെ ശരീരം തന്നെ ശരീരത്തെ സുഖപ്പെടുത്തുന്ന രീതി, അല്ലെങ്കിൽ നമുക്ക് ജലദോഷം വരുന്നത് പോലും നമ്മുടെ ശരീരത്തെ സുഖപ്പെടുത്തുവാൻ ശരീരം പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ്. നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയ കഫം, അല്ലെങ്കിൽ തലയിൽ വെള്ളം കയറിയിട്ട് അത് കഫമായി താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് പിറ്റേന്ന് ജലദോഷം ഉണ്ടായത്. ഇതിനെ പുറത്തു കളയുവാനായിട്ടാണ് ശരീരം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് തുമ്മലായിട്ടും ജലദോഷമായിട്ടും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മുടെ പുറത്തേക്ക് പോകുന്ന അവയവങ്ങളിലൂടെ പുറത്തു പോകുന്ന രീതിയിൽ ഇതിനെ പുറത്തു കളയുവാൻ ശരീരം കാണിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പനിയായിട്ടും ജലദോഷമായിട്ടും നമ്മളിലേക്ക് വരും. ഇതെല്ലാം ശരീരം തന്നെ ശരീരത്തെ സ്വയം. പക്ഷെ നമ്മളിപ്പോ ചെയ്യുന്ന എന്താണ്? പനി വരുമ്പോൾ അന്നേരം പാരസെറ്റമോൾ അല്ലെങ്കിൽ കാൽപോൾ, എന്തൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് അന്നേരം, അല്ലെങ്കിൽ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവും. ഇത് വരും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കഴിച്ച് ചിലപ്പോൾ ഇടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോഴാണ് ഒന്ന് കഴിച്ചു നോക്കാം, നല്ല രസമായി, ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്നുണ്ട്. അതുപോലെ ഈ വിക്സ് ഉപയോഗിക്കുന്നവർക്കറിയാം, ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ ഒന്ന് ജലദോഷമൊന്നും ഇല്ലെങ്കിൽ ഒന്ന് എടുത്ത് ഉപയോഗിച്ച് നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു, നല്ല അതിന്റെ സുഗന്ധമൊക്കെ ആസ്വദിച്ചിരിക്കാം. അപ്പോൾ അവിടെ ചിലപ്പോ ആധുനികപരമായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇതിന്റെ ഉള്ളിൽ പോലും നേരിയ അളവിൽ ഡ്രഗ്സ് ഉണ്ട് എന്നാണ്. ഡ്രഗ്സിന്റെ അളവ് ചെറിയ തോതിലുണ്ട്. കാരണം ഈ ഒരു ഡ്രഗ്സ് ആണ് നമ്മളെ വീണ്ടും വീണ്ടും ഇതെടുത്ത് ഉപയോഗിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. കാരണം അവരുടെ പ്രൊഡക്റ്റ് വിൽക്കുക എന്നുള്ളത് അവരുടെ കാര്യമാണ്. അപ്പൊ അതിനുവേണ്ടി നേരിയ അളവിൽ ഡ്രഗ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഡ്രഗ്സിനെ കുറിച്ച് എന്താണ് ഇങ്ങനെ ആളുകളോട് വാതോരെ സംസാരിക്കുമ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇൻഹേലർ എടുത്ത് വലിച്ചുകൊണ്ടായിരിക്കും. അതിന്റെ ഉള്ളിലുണ്ട്. ഇൻഹേലർ വലിക്കാൻ നമുക്ക് വളരെ ഇഷ്ടമാണ്. കാരണം നമ്മൾ ഒന്ന് ഇത് ഉപയോഗിച്ചാൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന ഒരു സാധനമായിരിക്കും. അപ്പൊ അതൊക്കെ ഉപയോഗിക്കുന്നത് സൂക്ഷിക്കണം. അത് കുറച്ച് ഡ്രഗ്സ് ഉള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് വീണ്ടും നമുക്കതെടുത്ത് ഒന്നും നമുക്ക് പ്രശ്നമില്ലെങ്കിലും എടുത്ത് ഉപയോഗിക്കാനൊക്കെ തോന്നുന്നത്. അപ്പോ അവിടെ ശരീരം തന്നെ ശരീരത്തെ സുഖപ്പെടുത്തുന്ന കാര്യം, ഹിപ്പോക്രാറ്റസിന്റെ വാക്യങ്ങൾ, നമ്മളിൽ തന്നെയുള്ള സ്വാഭാവിക ശക്തികളാണ് രോഗത്തിന്റെ ശരിയായ വൈദ്യന്മാർ. മറ്റുള്ള MBBS അല്ലെങ്കിൽ MD മറ്റ് പല തലങ്ങളിലുമൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരെക്കാൾ നമ്മുടെ ശരീരം തന്നെയാണ് നമ്മുടെ യഥാർത്ഥ വൈദ്യൻ, നമ്മുടെ ശരീരത്തിലെ ശക്തികൾ. അത് പലപ്പോഴും നമുക്ക് കണ്ടാൽ അറിയാം. ചില രോഗങ്ങളൊക്കെ വന്ന് ബാധിക്കുന്ന ആളുകൾ, ആത്മവിശ്വാസമുള്ള ചില വ്യക്തികൾ മാരക രോഗത്തിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് എനിക്ക് തന്നെ അറിയാവുന്ന പല വ്യക്തികൾ ഒരിക്കലും അത് ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ കേന്ദ്രീകരിച്ചിട്ടാണ് ഇവരൊക്കെ രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇവർക്ക് നന്നായിട്ട് ക്യാൻസർ രോഗം ബാധിച്ചിട്ട് പ്രശ്നങ്ങൾ വന്നു. ഒരു ആന്റി അടുത്ത് വന്നു. അവരിങ്ങനെ കീമോയൊക്കെ ചെയ്ത് മുടിയൊക്കെ കൊഴിഞ്ഞ് ആകപ്പാടെ നാശമായി. പക്ഷെ ഇവരുടെ ഡോക്ടറിൽ ഭയങ്കരമായി ട്രസ്റ്റ് ചെയ്തു, അങ്ങ് വിശ്വസിച്ചു. ഇദ്ദേഹം പറയുന്നത് കൃത്യമായി മരുന്ന് കഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇവരുടെ സംസാരത്തിൽ ഒരിക്കൽ പോലും ഒരു ആത്മവിശ്വാസം ഇല്ലായ്മ തോന്നിയിട്ടില്ല. കാരണം അവരുടെ അടുത്തേക്ക് ഇങ്ങനെയുള്ള രോഗങ്ങളുള്ളവരുടെ അടുത്തേക്ക് സഹതപിച്ചുകൊണ്ട് ആളുകൾ വരും, അല്ലെ? സഹതാപത്തോടു കൂടി വരുമ്പോൾ പലപ്പോഴും ഈ ആന്റി സംസാരിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് ഇന്ന ചെറിയ പ്രശ്നമേ ഉള്ളൂ, അത് ഈ ഒരു കോഴ്സ് മരുന്ന് കഴിക്കുമ്പോൾ അതൊക്കെ മാറും കേട്ടോ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന രീതി. പക്ഷെ ഇത് കാലം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ചെന്നപ്പോ ഈ സ്ത്രീയെ പിന്നീട് കണ്ടപ്പോൾ മനസ്സിലാവില്ല. കാരണം മുടിയൊക്കെ കൊഴിഞ്ഞ് തലമുട്ടയടിച്ചിരുന്ന ഒരു സ്ത്രീയുടെ സ്ഥാനത്ത് ഇപ്പോ മുടിയൊക്കെ ഇങ്ങനെ അങ്ങ് നീണ്ട് പട്ടക്സ് ഭാഗം വരെയൊക്കെ മുടി നീണ്ടു കിടക്കുന്ന ഒരു സ്ത്രീ നല്ല മിടുക്കിയായിരിക്കും. കാരണം റിക്കവർ ചെയ്തു. ഇവരുടെ ആ ഒരു മാനസിക ശക്തി കൊണ്ടും ശരീരം തന്നെ ശരീരം സുഖപ്പെടുത്തുന്ന രീതിയിൽ പിന്നീട് അവർ കഴിക്കുന്ന മരുന്നുകളെയും ഡോക്ടറിനെയും നന്നായി വിശ്വസിച്ചതിന്റെ ഫലമായിട്ട് ഇതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്തത്. ഇങ്ങനെ നമുക്ക് ഈ മാന്ത്രിക പരിശീലനം ഉപയോഗിച്ചുകൊണ്ട്, നമ്മൾ ഈ പറഞ്ഞ 3 സ്റ്റെപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ രോഗങ്ങളെ നീക്കം ചെയ്യാൻ കഴിയും. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ പതിവ് പോലെ ചെയ്യുന്ന 10 അനുഗ്രഹങ്ങൾ എഴുതി അവയ്ക്ക് നന്ദി പറയുകയും പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലോകത്തിന്റെ നെറുകയിലാണെന്ന് തോന്നുന്ന 3 വ്യത്യസ്ത നിമിഷങ്ങൾ ഓർത്തെടുക്കുക. അതായത് ലോകത്തിന്റെ നെറുകയിൽ നമ്മൾ കയറി നിന്ന ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. അത് പലർക്കും പല അളവുകളിലായിരിക്കാം. പക്ഷെ നമുക്കത് ഉണ്ടാകുമ്പോൾ എത്ര ചെറുത്, മറ്റുള്ളവർക്ക് അത് ചെറുതാണെങ്കിലും നമുക്കത് വളരെ പ്രിയപ്പെട്ടതായിരിക്കും. ചിലപ്പോൾ ഒരുപക്ഷെ കമ്പനിയിൽ ഒരു സെയിൽസ്മാൻ ആണ് നിങ്ങളെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ സെയിൽ നേടിയതിനുള്ള ആ മാസത്തെ മീറ്റിംഗിൽ കിട്ടിയ അവാർഡായിരിക്കാം. അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ ഞാൻ വാങ്ങിയ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അല്ലെങ്കിൽ ഒരു വേദിയിൽ കയറി നന്നായിട്ട് പ്രസംഗിച്ച് നമുക്ക് ആ വേദിയെ മുഴുവൻ കോരിത്തെരിപ്പിക്കുവാൻ സാധിച്ച, ചിലപ്പോൾ ചെറിയ വേദിയായിരിക്കാം, പക്ഷെ നമുക്കത് വലിയ കാര്യമാണ്. അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാകും.
ഇങ്ങനെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ലോകത്തിന്റെ നെറുകയിൽ കയറി നിൽക്കുന്നു എന്ന് തോന്നിയ അവസരങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം 3 അവസരങ്ങളെ നമ്മൾ ചിന്തിച്ചെടുക്കുക. കാരണം നമ്മുടെ ജനനം മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളെ അനലൈസ് ചെയ്യാം, എങ്കിലും നമുക്കറിയാൻ പറ്റും. അവിടെ തൊട്ട് അനലൈസ് ചെയ്ത് വരുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു 3 കാര്യങ്ങൾ നമുക്കുണ്ടായിരിക്കാം. ഈ 3 വ്യത്യസ്തമായ മുഹൂർത്തങ്ങളെ ഓർത്തെടുത്ത് ആ സമയങ്ങളോട് നമ്മൾ അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട് നന്ദി പറയുക. പിന്നീട് അടുത്ത സ്റ്റെപ്പില് നമ്മുടെ ശരീരത്തിലെ നല്ല രീതിയിലുള്ള 5 പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഓരോന്നിനോടായിട്ട് നന്ദി പറയുക. 5 കാര്യങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. രുചി അറിയുന്നതാവാം, ഗന്ധം അറിയുന്നതാകാം, ചെവിയുടെ കേൾവിയാകാം, കണ്ണിന്റെ കാഴ്ച, ഇങ്ങനെ 5 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ 5 കാര്യങ്ങളോട് നമുക്ക് നന്ദി പറയാം. പിന്നീട് നമ്മുടെ ശരീരത്തിലോ ആരോഗ്യത്തിലോ നമ്മൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തിരഞ്ഞെടുത്തിട്ട് അതിനോട് നമ്മൾ ശരീരത്തിന്റെ ആരോഗ്യത്തെയും ഉത്തമമായ അവസ്ഥയെയും പറ്റി 1 മിനിറ്റ് സങ്കല്പിച്ചുകൊണ്ട് ഉത്തമ അവസ്ഥയ്ക്ക് നന്ദി പറയുക. അപ്പൊ നമുക്കൊന്ന് മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കും. ഇപ്പൊ കണ്ണിന് കാഴ്ച കുറവാണ്, പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതിന് കണ്ണിന് നന്നായിട്ട് കാഴ്ച വേണമെന്നുള്ളതാണെങ്കിൽ ആ കാഴ്ച കിട്ടുന്ന അവസരത്തോട് നന്ദി പറയുക. ഇതാണ് ഇന്നത്തെ 2ാമത്തെ അധ്യായത്തിൽ പറയുന്ന സ്റ്റെപ്പ് എക്സർസൈസുകൾ. പിന്നീട് നമുക്ക് കല്ലിന്റെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഇങ്ങനെ ഈ 2 കാര്യങ്ങളാണ് ഇന്നത്തെ മാന്ത്രിക പരിശീലനത്തിൽ നിങ്ങളോട് പറയുവാനായിട്ടുണ്ടായത്. അപ്പം ഇന്ന് വൈകുന്നേരം നമ്മൾ നടത്തുന്ന ഒരു ക്ലാസ്സിൽ ഒരു ഗ്രന്ഥം പഠനം